ഈ ആടുജീവിതം സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് കണ്ട കുറേ ആൾക്കാരോട് സംസാരിക്കുകയും ഇഷ്ടപ്പെട്ടവരോടും ഇഷ്ടപ്പെടാത്തവരോടൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമല്ലോ നമ്മൾ സിനിമയെ പറ്റി വീഡിയോ ഇടുന്നതുകൊണ്ട്, ഫോണിലും നേരിട്ടുമൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഓരോരുത്തർ ഒന്ന് പറയും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ കമൻസ് കുറച്ച് നോക്കി, ഈ പറഞ്ഞ പോലെ വേറെ ചില പോസ്റ്റുകൾ, അതായത് ഈ പടം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ടൈപ്പ് പോസ്റ്റൊക്കെ ഇടുന്ന ചില പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ എങ്ങനെ എനിക്ക് ഈ ധാരണ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇതേപോലത്തെ സ്ഥലത്ത് പോയി കറങ്ങി നടന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അല്ലെ പലരും പറയുന്നത് കേട്ടപ്പടി കിട്ടും. ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വമ്പ സാധനമാണ്, ഇതങ്ങ് ഭയങ്കരമാണെന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അവർക്ക് മറിച്ച് പറയാൻ ഒരു മടിയാണ്. കാരണം അവർക്ക് ഈ സംഭവത്തെ പറ്റി വലിയ ധാരണയില്ല. പ്ലസ് എ റഹ്മാൻ, പിന്നെ ആരാ പൃഥ്വിരാജ് ഇംഗ്ലീഷിലൊക്കെ കുറെ എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ ഡെഡിക്കേഷനും മറ്റേ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഹൈപ്പ് അടിച്ച് വെച്ചു. ഇതൊന്നും ആ പടത്തിനെ ബാധിക്കുന്ന വിഷയമല്ല ശരിക്കും പറഞ്ഞാൽ. ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്, അത് ഇയാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആർക്കാണെങ്കിലും ശരിയാ. ഒരു തടിയുള്ളൊരു ശരീരം കാണിച്ചിട്ട് പിന്നീട് കാണിക്കേണ്ട ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ അതൊക്കെ ചെയ്യണം, അതിനകത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ബാക്കി ഇങ്ങനെ കിടക്കുവാണല്ലോ, അതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. പലയിടത്തും ഇത് തന്നെ പറഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ, അത് ആ പടത്തിന്റെ പോരായ്മയാണ്. ഈ പൃഥ്വിരാജ് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടത്തി, എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, അത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാണുമ്പോഴേ അറിയാം. പിന്നെ ഞങ്ങൾ കഷ്ടപ്പാട്, അവിടുത്തെ കഷ്ടപ്പാട്, ഇവിടുത്തെ കഷ്ടപ്പാട്, കോൺട്രവേഴ്സീസിന്റെ എണ്ണം കൂട്ടൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോരായ്മയുണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഹൈപ്പ് അടിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് വൻ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ടൈപ്പ് കുറച്ച് പ്രേക്ഷകരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒന്നും പറയാനും ഇല്ല. എന്നാൽ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഏത് ഈ സിനിമ അത്രയ്ക്കൊന്നും ഉള്ളതില്ല, ആവറേജ് മൂവിയാണ്, വെറുതെ ഹൈപ്പും കൊടുത്ത്. പിന്നെ ഇവിടുത്തെ ഈ ഓൺലൈൻ ചാനലും യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഗതികേടെന്ന് പറയുന്നത് പ്രത്യേകം ഗതികേടുള്ള ടൈപ്പ് ആൾക്കാർ. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ഗതികേടുണ്ട്. ചില സാധനങ്ങൾക്കെതിരെ പറയാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഇവർക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ ഏറാവൻ്റെ പാട്ട് എങ്ങനെ മോശമാണെന്ന് പറയും, പറയുമെന്ന് പറഞ്ഞ രൂപിയ പാട്ട് എങ്ങനെ, അവന്മാർക്കൊന്നും അത് പറയാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് പാട്ടുകളൊന്നും കേട്ട് കാണത്തില്ല അധികം. പിന്നെ ഈ പാട്ട് കേട്ടാൽ ഒരു സെൻസ് വേണം, അത് വർക്ക് ചെയ്യുമ്പോൾ അത് ആ സെൻസ് വർക്ക് ചെയ്താലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതിനുള്ള സെൻസ് ഉള്ളവന്മാരൊന്നും അല്ല ഈ പറഞ്ഞ പലരും. പിന്നെ കഥ, ഈ ആടുജീവിതത്തിന്റെ മെയിൻ പ്രശ്നം, ഒരു കഥ വായിക്കുമ്പോൾ, ഒരു നോവല് വായിക്കുക എന്ന് പറഞ്ഞാൽ വായനാശീലമുള്ള ആൾക്കാർ വായിക്കുന്നു. ഞാൻ വായിക്കുന്ന ശീലമുള്ള ആളല്ലേ, വായിക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം വായിച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് സിനിമകൾ കാണുന്ന ആളുകൾ, അല്ല സിനിമയെ പറ്റി കൂടുതൽ താല്പര്യമുള്ളവർ, അല്ല അന്വേഷിക്കുന്നവർ, പഠിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സിനിമ അത്ര പിടിക്കത്തില്ല, അത്ര പോരെന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ പുസ്തകം വായിക്കുന്നവർ അത് തന്നെ പറഞ്ഞേനെ. പക്ഷേ പുസ്തകത്തിന് ആ എഫക്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പുസ്തകം വായിക്കുമ്പോൾ, ഒരു വായന നടക്കുന്ന സമയത്ത്, എന്താ നടക്കുന്നത് വെച്ചാൽ, ഒരു മസ്തിഷ്ക വ്യായാമം, തല വായിക്കുമ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യായാമം സിനിമയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇമാജിനേഷൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ ഓരോരുത്തർ ആലോചിച്ച് കൂട്ടി ഈ കഥാപാത്രത്തിന്റെ ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെ അവരവർ കടന്നു പോകുന്നത് ആ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് ചിലപ്പോൾ അത്ര അങ്ങോട്ട് ഫീൽ ഉണ്ടായില്ലെങ്കിൽ പോലും കൂടുതൽ പേർക്കും ആ ഒരു എന്നാലും ഉണ്ടാക്കാൻ പറ്റും ഒരു പരിധി വരെയൊക്കെ. അതാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ സിനിമ വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, സിനിമയുടെ സ്ക്രീനിൽ ഇതെല്ലാം വരണം. മറ്റേ ഒരാൾ ആലോചിച്ചെടുക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇതിനകത്തില്ല. ഇപ്പോൾ എഴുതി വെക്കുക എന്ന് പറയും, ഇപ്പോൾ ഒരു ഇൻസിഡന്റ് നടക്കുകയാണ്, ഒരു ആക്സിഡന്റ് നടന്നു, എഴുതി വെക്കുമ്പോൾ അയാൾ വളരെ കൃത്യമായിട്ട് ആ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ ആക്സിഡന്റ് നടന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തില്ല. വണ്ടി എവിടെ നിന്ന് എങ്ങനെ വന്നു, എവിടെ വെച്ച് അതിന്റെ ഇത്ര ദൂരത്ത് വെച്ച് അത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് വായിച്ചെടുത്തോണ്ട് വരുമ്പോൾ ഈ വായിക്കുന്ന ആൾക്കൊരു എക്സസൈസ് ഉണ്ട്. അതുപോലെ തന്നെ അയാൾ ഇമാജിൻ ചെയ്യും. ആ ഇമാജിനേഷന്റെ പവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തലയ്ക്കകത്തായിരിക്കുന്നത് കൂടുതൽ. അത് സിനിമ വരുമ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ തന്നെ, ആക്സിഡന്റ് നടന്ന സീൻ നിങ്ങൾ വീഡിയോ കാണുക, അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യണ്ട. അതാണ് വീഡിയോയും ഈ എഴുത്തും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം. ഇപ്പോൾ ശബ്ദരേഖ എന്ന സാധനം കേട്ടാൽ ഇമാജിനേഷൻ വർക്ക് ചെയ്യണം. എന്തെങ്കിലും കഥാപ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, ഇപ്പം അങ്ങനത്തെ പരിപാടികൾ കുറവാണ്, അങ്ങനത്തെ വ്യായാമം ഇല്ല. എഴുത്തെന്ന് പറഞ്ഞ പരിപാടി വായിക്കണമെന്നൊരു നിർബന്ധമില്ല. ഈ വന്ന കാലത്ത് പുതിയ ജനറേഷനുള്ള ആൾക്കാർ, ഈ റീഡിംഗ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരെ കുറവാണ്. ആവശ്യമില്ലായ്മ ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാർത്തകളാണെങ്കിലും പത്രങ്ങളിലൂടെ വായിച്ചറിയുന്ന കാലം കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കലാരൂപത്തിൻ്റെയും ഒന്നും പല കലാരൂപങ്ങളും കണ്ടാസ്വദിക്കാനുള്ളതാണ്. പിന്നെ കഥയെന്ന് പറയുന്നത് ഈ സിനിമയും സീരിയലും അല്ലാത്ത ചെറിയ ഷോർട്ട് ക്ലിപ്സും കോമഡിയും സീരിയസ് ആയിട്ടുള്ള തീമും എല്ലാം കൂടെ കൂട്ടി ഹൊററും എല്ലാം ഇപ്പോൾ വിഷ്വലി നമുക്ക് എൻജോയ് ചെയ്യാൻ പരുവത്തിന് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വായനാശീലമൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് കുറവാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും അറിവില്ല, ബോധമില്ല, വെളിവില്ലെന്നും അല്ല. അപ്പോൾ ഈ സംഭവം കഥ വായിച്ചിട്ടുള്ളവർക്ക് സിനിമ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. എന്നീ സിനിമ കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വായനാശീലമുള്ള അല്ല, അങ്ങനത്തെ രീതിയിൽ മെനക്കെട്ട് എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരല്ല. ഏത് ഊളയും വന്ന് കാണും. അങ്ങനത്തെ ഊളകൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
തീരെ വെളിയില്ലാത്തവന്മാർക്ക് ഈ പടം എന്തോ ഭയങ്കരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു നടപ്പുണ്ട്. അവർ മലയാളം പടം മാത്രം കണ്ട് ജീവിക്കുന്ന ആൾക്കാരുമാണ് കൂടുതലും. പിന്നെ അഭിനയിച്ചെന്നൊക്കെയാണ് പൃഥ്വിരാജിനെ അഭിനയിക്കാനൊക്കെ പണ്ടേ അറിയാത്ത ഒരാളാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലിയ സംഭവമാക്കാനൊന്നുമില്ല. ഇനി ഈ സീനൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളെ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതും അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഒരാൾ വായിച്ച് ഉൾക്കൊണ്ട് അയാളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അയാൾ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അത് കിട്ടത്തില്ല. അതേസമയം ഈ സാധനം സിനിമ വരുമ്പോൾ മതിലുകൾ, വിധേയ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് നോവൽസും അല്ലാതെ റിയൽ ലൈഫ് ഇൻസിഡൻസും പലതും ഇങ്ങനെ സിനിമയൊക്കെ ആവും. ഈ വിധേയനും ആ മതിലുകളൊക്കെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ സിനിമ കണ്ടാലും വായിച്ചാലും ഒക്കെ സിനിമയ്ക്കകത്ത് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അത് കൺവേ ചെയ്യുന്ന ആളും ഡയറക്ടറും തിരക്കഥാകൃത്തും ആക്ടറും അതിൻ്റെ പശ്ചാത്തല സംഗീതവും പശ്ചാത്തലവും ക്യാമറയും ഇതുപോലെ വലിയ ക്യാമറ വർക്കൊന്നുമില്ല. ആ സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അത് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ആ സാധനമാണ് ഈ ഇവിടെ മിസ്സായിരിക്കുന്നത്. അതിന് ഉത്തരവാദി ബ്ലസ്സിയോ പൃഥ്വിരാജോ ആണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം കഥ അങ്ങനത്തെയാ. ആ സ്കോപ്പ് ഇച്ചിരി പാടാ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇത്രയും പേര് എന്റർടൈൻ ചെയ്യാൻ. പിന്നെ പറ്റാവുന്ന കാര്യം അവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം തള്ളി ഇങ്ങനെയുള്ളവരുടെ വായടപ്പിച്ച്, മനസ്സിലായോ, ഈ കണ്ട് ആസ്വദിച്ചു അല്ലെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവന്റെ ആ അവസ്ഥയെ മുതലെടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ അത് മാർക്കറ്റ് ചെയ്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ പാടാ. ചുമ്മാ അങ്ങനെ വിട്ടുകൊടുത്തിട്ട് മറ്റേ പ്രമയോ ഓടിയോ പോലെയോ മറ്റു സിനിമകൾ ചിലതൊക്കെ വലിയ പബ്ലിസിറ്റി ഇല്ലാതെ കയറി പോകത്തില്ല. ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഓടി കയറി അതുപോലെ അത് കയറത്തില്ല. ചിലപ്പോൾ മലക്കോട്ടയ്ക്ക് പറ്റിയേനെ. മലക്കോട്ടയം തള്ളി നോക്കി. പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ടാണ് തീരെ പറ്റാഞ്ഞ. പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയെങ്കിലും ആയത്. മോഹൻലാൽ എങ്ങാനും ഒരു പട്ടി പോലെ സിനിമ കാണാൻ കയറത്തില്ല. കാരണം എല്ലാവർക്കും അറിയാം മോഹൻലാൽ എങ്ങാനും ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരു തടി ഒരിക്കലും കുറയാത്തൊരു അസുഖമുള്ള ഒബേസിറ്റിയുടെ എന്തോ പ്രശ്നമുള്ള ഒരു അസുഖത്തിന്റെ പേര് കണ്ടുപിടിക്കും ആദ്യം. താടിയും പിന്നെ അതേ കൂടുതലൊന്നും വളർത്താനൊന്നും പറ്റത്തില്ല. പിന്നെ അങ്ങനെ താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും കഥ കളിക്കുന്നത്. പിഗ് ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പന്നിക്കൂട്ടിൽ പെടുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്ന സിനിമയായിരിക്കും. ഗോട്ടായിരിക്കത്തില്ല. അങ്ങനെയൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ മമ്മൂട്ടിക്ക് ഈ പടം ചെയ്യാൻ പറ്റത്തില്ല. അത് അതിന് പറ്റും. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഈ സിനിമയ്ക്ക് പ്രശ്നം ഉണ്ടെന്നേ. പിന്നെ ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പറഞ്ഞ പോലെ റസൂൽ പൂക്കുട്ടിയൊക്കെ വന്നിട്ടൊന്നും പ്രത്യേക എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇതിനകത്ത് ഏറ്റവും ആ കൂട്ടത്തിൽ ഏറ്റവും മുറ്റു കക്ഷികൾ എന്ന് പറഞ്ഞാൽ എ ആർ റഹ്മാനും റസൂൽ പൂക്കുറ്റിയും തന്നെയാണ്. അല്ലാതെ ബ്ലസ്സിയും പൃഥ്വിരാജും ഒന്നുമല്ല. അവരുടെ രണ്ടുപേരുടെയും പാട്ടിൽ പ്രത്യേകിച്ചൊന്നും ആരും പറയുന്നതും കേട്ടില്ല. കേട്ടോ, അപ്പോഴും പൃഥ്വിരാജ് മെലിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കാൻ ചെന്നവന്മാരൊക്കെ ഉണ്ട്. ആ രീതിക്ക് ആളെ കയറ്റിക്കുന്നത് കുറേയൊക്കെ. അത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരായിരിക്കും സിനിമ കാണാൻ പോകുന്നു ഒന്ന് ആലോചിച്ചു. ഈ നടൻ മെലിഞ്ഞത് അതിന് അപ്പോഴാണ് ഈ കഥാപാത്രത്തിനെ മറ്റേ കഥ വായിച്ചതുമായിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നു. കഥ ഈ നോവൽ വായിച്ചിട്ട് ചെന്ന് കണ്ടവർക്കൊന്നും അത്ര കൊണ്ട് പിടിക്കുന്നില്ല. പിന്നെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഈ ബെന്യാം എഴുതി വെച്ചേക്കുന്നത് എന്തോ ബയോഗ്രഫി പോലെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അതിനകത്തുള്ള പലതും ഇതിനകത്തില്ല, അതിനകത്ത് ബ്ലസ്സി കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. രണ്ട് കഥയാണെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ അയാളുടെ ഇമാജിനേഷൻ, ഇത് ഇയാളുടെ ഇമാജിനേഷൻ. എന്താണേലും അല്ലെ അതാ കഥ അങ്ങനെയൊക്കെയാണ്. കഥയൊക്കെ ഇച്ചിരി ഒന്ന് മാറിയെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയേനെ, കുറച്ച് തീവ്രത കൂടിയേനെ. അത് മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർ എന്താ പേരാടിയോ അങ്ങനെയാണ് അതിൻ്റെ ഒരു നടൻ പറയുന്നത് കേട്ടു, ഒരാളുടെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കരുത്. അതായത് ബെന്യാമിൻ ചെയ്തത് ശരിയായില്ല. കാരണം അയാൾ ഈ മൃഗഭോഗം ചെയ്തു എന്ന് പറയുന്നത് അയാൾ എഴുതി കയറ്റിയതാണ്. അയാൾ സങ്കല്പത്തിൽ പല സ്വപ്നങ്ങൾ കണ്ടതും പേടിച്ചതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അവിടുത്തെ പിക്ചറൈസേഷൻ മൊത്തം ഈ പറഞ്ഞ കഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതൊക്കെ മതി. അത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടൊരു കഥ എഴുതുക. അല്ലാതെ ആരും പറഞ്ഞില്ല ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ്, അയാൾ ചിന്തിക്കുന്നതല്ല അങ്ങനെ തന്നെയാണെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അത് കഥയാണ്. പിന്നെ ഇന്നൊരാളിൽ നിന്നും ഉൾക്കൊണ്ടതാണ്. അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് ഒരു കഥയൊക്കെ എഴുതി വരുമ്പോൾ അതിനകത്ത് കഥാകൃത്തിന് ആവശ്യമുള്ള രീതിയിൽ പലതും ചേർക്കാനും കുറയ്ക്കാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ള മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവാത്തതിന് കഥാകൃത്തിനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകാത്തവരാണ്, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, ബോധമില്ലാത്ത ചില ഏറ്റവും വിവരം കെട്ടവരായിട്ടുള്ള ആൾക്കാർ മാത്രമേ അവരൊക്കെ പിടിച്ചുള്ളൂ. ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചു എന്ന് ഈ മനുഷ്യൻ പറഞ്ഞാൽ പോലും കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ അങ്ങനെ മാനസിക നില തെറ്റുന്ന അവസ്ഥയിൽ പലതും പറ്റിയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അല്ലാതെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ മൃഗഭോഗം അല്ലെ സൂഫിലിയ എന്നൊക്കെ പറയുന്ന സാധനം ഒരു മാനസിക രോഗം കൂടാണ്. പിന്നെ ചില സിറ്റുവേഷൻസ് നമുക്ക് പറയാത്തില്ല, ഇങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയണ്ട, അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദുരന്തത്തിലൂടെ ഭയങ്കരമായ ദുരന്തം, ഭയങ്കര ട്രോമ എന്നൊക്കെ പറഞ്ഞ സാധനം അടിച്ച് കയറി കഴിഞ്ഞിട്ട് എന്താ പറയുക, എന്തോ ഇച്ചിരി തെറ്റിപ്പോയി, എന്തോ മാനസിക നില തെറ്റാന്ന് തന്നെ പറയാം. അത്ര സിമ്പിളാണ്. അങ്ങനെയൊക്കെ വന്നു പോയാൽ
അയാളെ അങ്ങ് കൊല്ലണോ? അതൊന്നുമില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചെടുക്കുന്നത് ഇവിടുത്തെ ആ സദാചാര പ്രശ്നമുള്ള അതായത് മാത്രം അറിയാവുന്ന അത്ര ഇടുങ്ങിയ ചിന്താധികാർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇല്ല ആനക്കാര്യമൊന്നുമല്ല. ഇനി അല്ല ഇവിടെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് മറ്റൊരാൾ ഇങ്ങനെ ചെയ്തു? ചിലർ ഈ പറഞ്ഞ എക്സിബിഷനിസം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവിടെ കിടന്നോ അവൻ അത്രയ്ക്ക് ഇതാണോ അങ്ങനെ കാണിച്ചില്ല ഇങ്ങനെ കാണിച്ചില്ല പറയുമ്പോൾ ആ മാനസികാവസ്ഥയെ പറ്റി കാര്യമായി അറിയാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ ഉള്ളൂ. അവർക്ക് നിവൃത്തിയില്ല, വേറെ നിവൃത്തിയില്ല, അറിവില്ല. അപ്പോൾ അറിവില്ലാത്തവൻ അങ്ങനെ പറയും, അത്രയും കരുതിയാൽ മതി. അല്ലാതെ അയാളുടെ ജീവിതം വെച്ച് കളിച്ചതൊന്നും അല്ല. അറിവില്ലായ്മ ഇപ്പോൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ട് സ്കൂൾ തൊട്ട് നമ്മൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം അടക്കം മാറ്റേണ്ടി വരും. അതൊന്നും ആർക്കും അങ്ങനെയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ അറിവില്ലായ്മയും വേറെ ദുരന്തങ്ങളാണ് ബാക്കിയല്ല. എല്ലാവരും ഇവിടെ ദുരിത ജീവിതമാണ്. അപ്പോൾ ഈ പറഞ്ഞ സിനിമയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്നാണ് കാണാതെ ഞാൻ കണ്ടിട്ടില്ല. ഈ പണം ഈ കഥയും വായിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഡെസ്ക് പരിപാടി കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഈ സാഡ് സോങ്സ്, ഇങ്ങനത്തെ സിനിമ, ഇമോഷണൽ ഈ വക ഡ്രാമ എന്തോ താല്പര്യമില്ല. അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ഒരു ഏതോ ഒരു പ്രായത്തിൽ ഇതേപോലത്തെ സാധനമൊക്കെ അടിച്ചിട്ട് കണ്ടിട്ടൊക്കെ ഭയങ്കര എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല. എനിക്കല്ലാതെ തന്നെ അങ്ങനെ ഒരു മനുഷ്യൻ പെട്ട് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ വെറുതെ സിനിമ കണ്ടിട്ടൊരു എന്താ പറയുക ഈ പറഞ്ഞ വിഷമത്തിലേക്ക് എത്തി എനിക്കങ്ങ് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യിച്ച് അല്ലാതെ സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യാൻ ഇവിടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് മനുഷ്യരെയും കണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ ഇനിയില്ലേ. ഒത്തിരി പേര് കാണുന്നുണ്ട് ഇതിലും ദുരിതമായിട്ട് രക്ഷപ്പെടാനേ സാധ്യതയില്ലാത്ത അവസ്ഥയിലൊക്കെ കിടക്കുന്ന. രക്ഷപ്പെടത്തില്ല, മരിക്കാൻ പോവുക ഇനി കുറച്ച് നാളുണ്ട് വേദനിച്ച് അങ്ങനെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമ പോയി കണ്ടിട്ട് ഇതേ സമയം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇടപെടാൻ തോന്നും. അല്ലേ? ശരിയല്ലേ? അല്ലാതെ അയാൾ അവിടെ നിന്ന് പോകുന്നു, അയാൾ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ആരും ഉണ്ടോ? അങ്ങനെ ആരും നമ്മളെന്തിനും പറഞ്ഞോ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ സിനിമ വരുമ്പോൾ പലരും ഈ അറബികളെ ഒന്നടങ്കം ഭയങ്കര എന്തോ കുഴപ്പക്കാരാന്ന് പറയും. അങ്ങനെ കിടന്ന് പറയുന്നുണ്ട് ഇവിടെ. പക്ഷെ ഒന്ന് ആലോചിക്കുക, എന്തെങ്കിലും ഒരു സംഭവം ചെറുതായിട്ടുണ്ടായോ ഒന്നല്ല അതുപോലെ ഒരു 10 കേസ് അല്ലെങ്കിൽ ഒരു 100 കേസ് ഇപ്പോൾ വരേണ്ടതാണ്. ഇതൊരു ലക്ഷത്തിലൊരാളെ പോലെ എനിക്ക് തോന്നുള്ളൂ, കേരളത്തിന് പ്രത്യേകിച്ച്. ആടുജീവിതങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു 3 ടൈപ്പ് ആടുജീവിതമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വലിയ ഫാം, അവിടെ താമസിക്കാൻ നല്ല സൗകര്യമൊക്കെ ഉള്ളത്. അത് വലിയ ഫാം, കമ്പനി പോലത്തെ സെറ്റപ്പിൽ നടത്തുന്ന ഫാമുകളുണ്ട്. അതുകൂടാതെ കുറച്ച് കാശുള്ളവർ നടത്തുന്ന പരിപാടിയുണ്ട്. രണ്ടും സ്പോൺസറും ക്വാളിറ്റിയൊക്കെ ഒരുപോലെ, പക്ഷേ രീതികൾ വ്യത്യാസമുണ്ടാവും. പിന്നെ ഏറ്റവും ഈ കാട്ടറവികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതാണ് ഈ ആട് ഒട്ടകത്തിനൊക്കെ കൊണ്ട് മാത്രം ജീവിക്കുന്ന കാട്ടറബി, തീരെ ബോധമില്ലാത്തവന്മാരുടെ അടി പെട്ടിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. കദാമയുടെ കേസ് ഇത് തന്നെയാണ്. കദാമയുടെ കേസ് ഇതിൽ കൂടുതലാണ്. ഇത് തന്നെയല്ല, ഇതിൽ കൂടുതൽ ആളുകൾക്ക് പീഡനം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടില്ലേ, ഒരേ ഒരാൾ മാത്രം, വേറൊരാളെയും നമുക്ക് പിന്നെ നിങ്ങൾ എത്ര മീഡിയ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, ഈ ഒരൊറ്റ ഒരു മനുഷ്യനെ അല്ലാതെ വേറെ ആരെങ്കിലും ഒരു കാണിച്ചു കിട്ടുന്നില്ല. ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ട്. അത് എത്ര വർഷങ്ങൾ ഗൾഫ് ജീവിതം മലയാളിക്കുണ്ട്. മലയാളി എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ അപ്പം തൊട്ടിങ്ങോട്ട് ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യരാണ്. എല്ലാവരും ഇങ്ങനൊന്നും അല്ല. കൂടുതൽ പേരും രക്ഷപ്പെടുക ചെയ്യുന്നത്. കൂടുതൽ പേർക്കും ഒരു നല്ലൊരു ജീവിതമാണ്. പോയിട്ട് എല്ലാവരും ഗൾഫിൽ പോയി കാശുണ്ടാക്കി വീട് വെച്ചു, കല്യാണം കഴിച്ചു, മക്കളെ നല്ലപോലെ നോക്കുന്ന സീനെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ കുറച്ച്, അതിനകത്ത് ഏറ്റവും എന്താ പറയണ്ടേ, ഒരു ശതമാനം പോലും ഒരേ ഒരാൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. പിന്നുണ്ടാവും ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന്. ഇത് മറ്റു രാജ്യക്കാരുണ്ട്, മറ്റു നാട്ടുകാരുണ്ട്, ബംഗാളികൾ ഒരുപാട് പേര് വിട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ ആഫ്രിക്കൻസ് വിട്ടിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഈ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരേ ഒരാളേ ഉള്ളൂ. വേറൊരാളുണ്ട് ഇപ്പോൾ മീഡിയ കൊണ്ടുവന്നതിന് ഇതേപോലെ തന്നെ 1, 2, 3 ആയിക്കോട്ടെ. എത്ര ലക്ഷം ആളുകൾ ഒരു 2, 3 തലമുറയായിട്ട് ജോലി ചെയ്ത് സുഖമായി ഇവിടെ നിന്നും ജോലി കിട്ടാതെ ഞാനും പോയതാ. ഇവിടെ നിന്നും അങ്ങനെ ജോലിയൊന്നുമില്ല. നശിച്ചു പോയാൽ ഇവിടെ നിന്നല്ല, രക്ഷപ്പെടുക എന്നാണ് പറയുന്നത് എല്ലാവരും ഗൾഫിൽ പോകുന്നത്. അതാ കൂടുതൽ. അതുകൊണ്ട് അറബികളെ അങ്ങ് തീർത്ത് അറബികളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവിടെ മലയാളികൾ ചെന്ന് കയറി ഉണ്ടാക്കിയ പ്രശ്നത്തിന് അത്രയൊന്നും കൂടുതൽ പേരെ ചൂഷണം ചെയ്യുന്ന മലയാളികളാണ്. മലയാളി കമ്പനികൾ, മലയാളികൾ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നിടത്താണ് ഒരുപാട് പേര് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇതൊരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ നഴ്സിംഗിലും കൺസ്ട്രക്ഷനിലും അല്ലെ ഓയിൽ ഫീൽഡിലും ഒക്കെ നിങ്ങൾ ഒന്ന് നോക്ക്, അവിടെ ജോലി ചെയ്തവരോട് ചോദിക്കുക ഇതേപോലത്തെ കമ്പനികളിൽ എന്തോരം ചൂഷണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇടയ്ക്കൊരു മലയാളി മാനേജറോ അല്ലെങ്കിൽ മലയാളി കമ്പനിയായിരിക്കും. അല്ലാതെ കുവൈറ്റ് കമ്പനിയിലോ അമേരിക്കൻ കമ്പനിയിലോ വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് പിന്നെ കൊറിയൻ ചൈനയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പണി ടൈം കൂടും, സ്ട്രെസ് കൂടും, ഫാസ്റ്റായിട്ട് ജോലി ചെയ്യേണ്ടി വരും. അവന്മാർ ഊണുറക്കം ഇല്ലാത്തവന്മാരാണ്. അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അല്ലാത്തടത്ത് എല്ലാം ഈ കളറിന് കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊരൊറ്റ സംഭവം മാത്രമേ കേരളത്തിന് ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ ഒരുത്തനെ പോലും ഞാൻ കണ്ടില്ല. ഈ ഒരാൾ കുറച്ചാൾ അവിടെ പെട്ടുപോയതിൻ്റെ ദുരിതകഥ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് മുഴുവനും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് റീന അലക്സിനെ പോലത്തെ വിവരദോഷികളായ അവളെ ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ കുറേ ആൾക്കാർ, കുറച്ച് മുസ്ലിം വിരുദ്ധതയും കൂടെ ഉണ്ടെങ്കിൽ ഇത് രണ്ടുകൂടെ കലക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖമുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ശരിക്കും അത് യാഥാർത്ഥ്യമല്ല. ഇവിടുന്ന് പോയ ക്രിസ്ത്യാനിക്കോ എന്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവിടെ പള്ളി, അമ്പലം ഒക്കെ പണിയാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്.
ദുബൈയിലൊക്കെ. സൗദിയിലൊന്നും പറ്റത്തില്ലായിരിക്കും. എന്നാലും കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ഓരോ രാജ്യത്തും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അത്രയും ബുദ്ധിമുട്ടില്ല ശരിക്കും ഗൾഫിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ കുവൈറ്റ് ഈ നാടിനൊക്കെ ഇഷ്ടമാണ്, ഉള്ള കാര്യമാണ്. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇതല്ല ഫ്രീഡം. ഇവിടെ എന്തുവാ, ചുമ്മാ പറയാം ഇവിടെ അതുണ്ട് ഇതുണ്ട് മറ്റൊണ്ട് മറിച്ചുണ്ട്, നമുക്ക് പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ലാതെ ഒരു പഴം ഇല്ലാത്തൊരു നാടാണ്. എനിക്ക് ശരിക്കും കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റിയതും അടിച്ചു വിളിക്കാൻ പറ്റിയതും കുവൈറ്റിലാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് അത്ര പറ്റത്തില്ലായിരിക്കും, കുറച്ച് റിസ്ക് ഉണ്ട്, ഹൈ റിസ്ക് കളിക്കണം. അല്ലാതെ അങ്ങ് ഈസി അല്ല. ഇവിടെ കുറച്ചുകൂടി ഈസിയാണ്, സംഭവം ഈസിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന റിസ്ക്കാണ്. പക്ഷേ ആ റിസ്ക് എടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന സാധനം വേറെയാണ്, ഇവിടെ കിട്ടാത്തൊക്കെ അവിടെ കിട്ടുന്നത്. ഹൈ ക്വാളിറ്റി, കുറച്ച് ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടും കുറച്ച് റിസ്ക് എടുത്താൽ. ഇവിടെ ചുമ്മാ പറഞ്ഞ ഒരു വേസ്റ്റൊക്കെ എന്തിന്. അയ്യോ കുറേ ഉണ്ട് പറയാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അളിഞ്ഞ രാജ്യമാണ്. ആ കഴിക്കുന്ന ആഹാരത്തിലും വെള്ളത്തിൽ പോലും മായം കലക്കി, അല്ലെങ്കിൽ എല്ലാത്തിലും മായവും ആവശ്യമില്ലാത്ത പ്രിസർവേറ്റീവ്സും ഫുഡ് പോയിസണും ഇത്രയുള്ള ആഹാരം കഴിച്ച് വെറുതെ ഒരു ഫുഡ് കഴിക്കുന്ന മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന, എല്ലായിടത്തും ഊമ്പിക്കൽ മാത്രം നടക്കുന്ന ഇതേ ആൾക്കാർ ഗൾഫിൽ പോയിട്ട് അവിടെ ചെന്നിരുന്നുകൊണ്ട് അറബിയം പറ്റിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരെയും പറ്റിച്ച് കാശുണ്ടാക്കുന്നവന്മാർ കാണിച്ചു കൂട്ടുന്ന ഊമ്പത്തരം അല്ല ഊളത്തരത്തിൻ്റെ അത്രയൊന്നും ഒരു അറബിയും ചെയ്യത്തില്ല. പിന്നെ ഇതുപോലത്തെ അറബികളുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ അവന്മാരുടെ അടുത്ത് പെട്ടുപോയാൽ പെട്ടതുമാണ്. ആ പെട്ട ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ ഈ കണ്ടത്. അതുകൊണ്ട് ഇതൊന്നും കണക്റ്റ് ആവത്തൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഗൾഫിലുള്ളവർക്ക് എല്ലാവർക്കും ഒന്നും ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ വേറെ പ്രശ്നം. എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. പിന്നെ ഞാനീ പറഞ്ഞില്ലേ, സ്ക്രീൻ വരുമ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ എളുപ്പമാണ് കുറച്ചുകൂടി ആളുകൾ. അതുകൊണ്ടാണ് ഈ പൊട്ടന്മാർ കയറി കാണുന്നതും എല്ലാം. അക്ഷരാഭ്യാസമൊന്നും വേണ്ടല്ലോ, കണ്ടാൽ മനസ്സിലാവുമല്ലോ. പക്ഷെ അത് എവിടെയോ അത് എത്തിക്കാൻ പറ്റുന്നില്ല, സിനിമയ്ക്ക് അത് പറ്റത്തില്ല. ഈ കഥയുടെ അല്ല, പിന്നെ അത് വേറെ ഏതെങ്കിലും വല്ലാത്ത ഡയറക്ടർമാരൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് രസമായിരിക്കുമെന്നോ. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്താൽ കൂടുതൽ എഫക്റ്റ് എന്നാണ് തോന്നുന്നത്. എന്താണേലും അതും ആ സാധ്യതയുണ്ട്. ഈ ടീം മാറി വേറെ ടീം ഇതേ പടം ചെയ്തിരുന്നെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പടം തീർത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ അത് വേറെ രീതി ചിന്തിക്കാം അല്ലേ. ഇതിന് സംഭവം ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ആൾക്കാരുടെ പ്രതികരണം കണ്ടാൽ മനസ്സിലാകുന്ന കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. സിനിമ കാണാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പൃഥ്വിരാജ്, മോഹൻലാലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജിന് ഈ തള്ളും ഈ അല്പത്തരവും ഒക്കെ തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ഹൈലൈറ്റ്. അല്ലാതെ അഭിനയമോ വേറൊന്നും ഇല്ല. ഇന്റലക്ച്വൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് നടക്കുക. പിന്നെ ഈ ഇന്റർവ്യൂവിന് വന്നിരുന്ന് കുറേ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ കുറേ പേരുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് ആൾ കളിക്കലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എല്ലാവർക്കും. കൊള്ളാവുന്നൊരുത്തിന് അപ്പുറത്തിരിക്കുന്നെങ്കിൽ ഇവൻ്റെ വരി ഉടച്ചേ വിടത്തുള്ളൂ. മനസ്സിലായോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല. പക്ഷേ നമുക്കറിയാം ചില ആൾക്കാരൊക്കെ അവരൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ പൃഥ്വിരാജൊക്കെ വെറും സീറോയാണ്. അത് അവൻ്റെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ എവിടെ വരെ പോകുന്നുണ്ട്, എന്തൊക്കെ അറിയാമോ നോക്കി. ഇതൊക്കെയാണ് കാര്യമായിട്ടൊക്കെ വല്ലതും പിടിച്ചിട്ട് കുടഞ്ഞ തൂറി വാരി മെഴുകി ഓടത്തേ ഉള്ളൂ. ഈ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇന്റർവ്യൂവിനൊക്കെ വന്നിട്ട് നടിക്കുന്നത്, അതില്ല. മനസ്സിലായോ? അതിവിടുത്തെ ഈ പാവപ്പെട്ടവനെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഞെട്ടുന്നവനെ പേടിപ്പിക്കുക, എന്നിട്ട് അവൻ്റെ വാടക മറ്റൊരു സംഭവമാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പാവങ്ങളുണ്ട്, ഭയങ്കര വലിയ പുള്ളിയാ. ബെൻസൊക്കെ കാറൊക്കെ വരുമ്പോൾ പേടിച്ച് മാറി നിൽക്കത്തില്ലേ? അല്ല ബെൻസിൽ നിന്നൊരു വണ്ടിയിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങിയപ്പോൾ സാറേന്ന് വിളിക്കത്തുള്ളൂ, ഓണറൊന്നും ആയിരിക്കത്തില്ല. സാറെന്ന് വിളിക്കുന്ന ചില ചെറിയ പെട്ടിക്കടക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ആണ് ആ രീതിക്ക് പറ്റിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടെ കൊള്ളാവുന്നവന്മാരൊന്നും ഇവനെ കണ്ടൊന്നും പേടിക്കാറൊന്നുമില്ല. പിന്നെ എനിക്കത്ര ഇവൻ്റെ അത്രയും സംസാരിക്കാൻ അറിയത്തുമില്ല, ഉള്ള കാര്യം പറയാം. ഇംഗ്ലീഷൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആവശ്യത്തിന് വല്ല അത്യാവശ്യം വന്ന ഒരു കാരണവശാലും മലയാളം അറിയാത്ത ഒരാളടുത്ത് എന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരുതരം പരിപാടി എനിക്ക് അറിയത്തുമില്ല. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം, അല്ലാതെ ഈ രീതിക്ക് ഇങ്ങനെ നടന്ന് പറയാൻ ഒരു തരത്തിലും പറ്റിയിട്ടില്ല. എൻ്റെ ആവശ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ മലയാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് മലയാളത്തിനപ്പുറത്തോട്ട് വലിയ ലാംഗ്വേജ് ഇതൊന്നും എന്താ പറയണ്ടേ, ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സർക്കസ് പിന്നെ അതുമില്ല. ഇനി വല്ല അമേരിക്കയിലൊക്കെ പോയി ജീവിക്കേണ്ടി വന്നാൽ അവിടെ ഇംഗ്ലീഷ് മാത്രം പറയുന്നതും പിച്ചക്കാരടക്കം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ലാംഗ്വേജിനപ്പുറത്തോട്ട് വലിയ ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇതൊക്കെ സംഭവമായിട്ട് കാണുന്ന എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്, എനിക്കറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അത് കേട്ട് ഞെട്ടുന്നവരെ പറ്റിക്കാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല. ആൾക്ക് എന്നെക്കാൾ കൂടുതൽ ട്രാൻസ്ഫോം ചെയ്ത വേറെ ആൾക്കാരുണ്ടല്ലോ. പൃഥ്വിരാജ് പറയുന്ന ഇത് 30 കിലോ കുറച്ച് പോവും എന്താണ്